സർവം ശിവാർപ്പണം. ഇന്നലെ ആയില്യ ദിവസമാണ്. നാഗരാജാവിൻ്റെ ആയില്യ നാളാണ് ഇന്നലെ. അപ്പോൾ ഇന്നലെ എനിക്ക് പാതിരാ കുന്നുമ്മന ക്ഷേത്രത്തിൽ പോവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ അവിടെ പോണതാണ്. നിങ്ങൾ പാതിരാ കുന്നുമ്മന ആ ക്ഷേത്രത്തിൽ പോണതാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ആ വീഡിയോ എന്തോ ദൈവത്തിൻ്റെ ഒരു ശക്തി. ഞാൻ ഒട്ടും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നാഗരാജാവിനെ കാണാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. അവിടെ ചെന്ന് നാഗരാജാവിനെ ദർശിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ ഇന്നലെ പാതിരാ കുന്നുമ്മന ക്ഷേത്രത്തിൽ ഞങ്ങൾ ചെന്നു. നല്ല രാവിലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നത് വൈകുന്നേരത്താണ്. അതുകൊണ്ട് നാഗരാജാവിനെ നല്ലോണം ദർശിച്ച് നല്ലോണം തൊഴാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. നിങ്ങളവിടെ ദീപാരാധന കാണില്ലേ? വിളക്ക് കത്തുന്ന സ്ഥലത്താണ് നാഗരാജാവ് കുടികൊള്ളുന്നത്. വിളക്ക് കാണില്ലേ? അവിടെയാണ് നാഗരാജാവിൻ്റെ മൂലസ്ഥാനം. അവിടെയാണ് നാഗരാജാവ് കുടികൊള്ളുന്നത്. ഇതാണ് പാതിരാ കുന്നുമ്മന. നമ്മുടെ ഷൊർണൂർ കഴിഞ്ഞുള്ള ക്ഷേത്രമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. മൂലസ്ഥാനം നമ്മൾ തൊഴുത് കഴിഞ്ഞു. എന്നിട്ട് ക്ഷേത്രത്തിൻ്റെ താഴോട്ട് നമ്മൾ പോവാണ്. അവിടെ അയ്യപ്പ ക്ഷേത്രം, പിന്നെ ഭഗവതി, പിന്നെ നാഗരാജാവ്, കുറേ അങ്ങനെ നാഗരാജാവ് സർപ്പങ്ങൾ ഉള്ള സ്ഥലത്തേക്കാണ് അവിടെ പോണത്. വൈകുന്നേരം 6 മണി ശേഷം അവിടെ ആരെയും കടത്തി വിടില്ല. ഞങ്ങൾ തന്നെ നേരത്തെ നിങ്ങൾ പോയി തൊഴുതിട്ട് വന്നോളൂ, പിന്നെ പോകാൻ പറ്റില്ല എന്നുള്ള പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേഗം ഒന്ന് പോയതാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നതാണ് അയ്യപ്പ ക്ഷേത്രം. പിന്നെ അങ്ങോട്ടാണ് നാഗരാജാവ്, ഭഗവതിയൊക്കെ. ഇപ്പം നമ്മൾ നേരെ ഭഗവതീൻ്റെ അടുത്താണ് പോണത്. അത് കഴിഞ്ഞിട്ട് കുറേ നാഗരാജാവുണ്ട്. അവിടേക്ക് നമ്മൾ തൊഴുതു മടങ്ങും. അത് കഴിഞ്ഞ് ഇത് നമ്മൾ സർപ്പങ്ങളൊക്കെ കാണുന്നതാണ്. സർപ്പക്കാവാണ്. ഇവിടെ നല്ലോണം തൊഴുതു സർപ്പങ്ങളുടെ അടുത്ത് നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ച് മടങ്ങിയതാണ്. അടുത്താണ് ഇത്. നമ്മൾ സർപ്പക്കാവ് കഴിഞ്ഞാണ് അയ്യപ്പൻ കാവ്. അടുത്ത് നമ്മൾ അയ്യപ്പൻ കാവാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മൾ പോയി തൊഴുതില്ലേ, അതൊക്കെ ഈ സ്ഥലമാണ്. ഇതാണ് അയ്യപ്പക്കാവ്. പിന്നെ ചുറ്റും ഞാൻ കാണിക്കുക കേട്ടോ. നല്ല സൂപ്പർ സ്ഥലമാണ്. വലിയൊരു കാടാണ്. കാടിൻ്റെ നടുക്കെയാണ് ഈ അമ്പലം വരുന്നത്. മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ ഒന്ന് പോയി തൊഴണം. അവിടെയൊക്കെ തൊഴുതിട്ട് നമ്മൾ തിരികെ ക്ഷേത്രത്തിൽ തന്നെ മടങ്ങി നമ്മൾ വന്നു. നേരം നല്ല ഇരുട്ടായി. അതുകൊണ്ട് നമ്മൾ നേരത്തെ പോവാന്ന് വെച്ചിട്ട് മടങ്ങി വന്നതാണ്. മാസത്തിൽ ഒരു ആയിലെങ്കിലും നമ്മൾ പോയി പാതിരാ കുന്നുമ്മന പോവാം. അങ്ങനെ നല്ലോണം തൊഴുത് മടങ്ങി. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബർ ലൈക്ക് ചെയ്യണം. ശംഭോ മഹാദേവ്.